ഹായ് ഓൾ. മൈൻഡ് പ്യൂരിഫിക്കേഷൻ അഥവാ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന സീരീസിൻ്റെ 5ാം ദിനമാണിന്ന്. ഇന്നൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ കൂടുതൽ കണ്ടൻറ്റ് ചേർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്താണ് മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ അഥവാ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന കത്ത് എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിലെ ചിന്തകളും വികാരങ്ങളും അതുപോലെ തന്നെ അസ്വസ്ഥതകളും ഒരു കത്തിലൂടെ എഴുതി നമ്മൾ മനസ്സിനെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണിത്. എല്ലാ വ്യക്തികളും നമുക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം കണ്ടെത്തണം. ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ നമുക്ക് ശാന്തമായിട്ട് ഒരിടത്ത് ഇരുന്നിട്ട് വേണം മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേനയും പേപ്പറും കയ്യിലെടുക്കുക. ശേഷം പേപ്പറിൻ്റെ മേലെ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ അഥവാ മനസ്സിനെ വിശദീകരിക്കുന്ന ലെറ്റർ എന്ന് എഴുതുക. ഫോർ എക്സാമ്പിൾ, ഇനി ഞാൻ പറയാൻ പോവുകയാണ്, നമുക്ക് ആരിൽ നിന്നൊക്കെയാണ് നമുക്ക് വേദന ഉണ്ടായത്? കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, ബന്ധുക്കളിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, ടീച്ചേഴ്സിൽ നിന്നും. ഇപ്പം മാരീഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ആ ഫാമിലിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവാം. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ട്സിൽ നിന്നും അവർ തന്ന വേദനകൾ. പിന്നെ നമ്മൾ വിമർശിച്ച കുറേ ആളുകളുണ്ടാവാം, അതുപോലെ നമ്മളെ കുറ്റപ്പെടുത്തിയ കുറേ ആളുകളുണ്ടാകാം. ആരിൽ നിന്നുമാണോ നമുക്ക് ആ വേദന ഉണ്ടായത്, പിന്നെ ആരുടെ അടുത്തൊക്കെയാണോ നമുക്ക് ദേഷ്യമുള്ളത്, ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ പേപ്പറിലേക്ക് എഴുതേണ്ടത്. അത് ഒരാളൊന്നും ആയിരിക്കില്ല, ഒരുപാട് ആളുകളുണ്ടാകാം. ആ ആളുകളുടെയൊക്കെ പേരും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചതെന്നും ഒരു സ്റ്റോറി പോലെ എഴുതുക. ലാസ്റ്റ് എഴുതി തീർത്തതിന് ശേഷം നമ്മൾ മനസ്സുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കണം. നമ്മൾ ആദ്യം മനസ്സുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുത്തതിന് ശേഷം ലെറ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ എഴുതുക, ഞാൻ അവരോട് ക്ഷമിക്കുന്നു, എന്തെങ്കിലും ഒരു തരത്തിൽ ഞാൻ തിരിച്ച് അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നെഴുതി ലെറ്റർ എൻഡ് ചെയ്യുക. അതിനുശേഷം റിപ്പീറ്റ്ലി ആ ലെറ്റർ വായിച്ചു നോക്കരുത്. ആ ലെറ്റർ കത്തിക്കുക. അപ്പം തന്നെ നമ്മൾ ലെറ്റർ കത്തിക്കുമ്പോൾ നമുക്കിങ്ങനെ ആ ഒരു അഗ്നിക്കിരയാകുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമല്ലോ, നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലെ വെറുപ്പും ദേഷ്യവും പകയൊക്കെ അതോടുകൂടി നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് മാറുകയാണ്. ഈ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. എന്നും ഡെയിലി ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് വീക്കിലിയോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമുക്ക് മൈൻഡ് ക്ലെൻസ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പക സൂക്ഷിക്കുന്നത് നമ്മുടെ സമാധാനം മാത്രം കളയും അല്ലേ. അതുപോലെ നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ ഉറക്കത്തെയും ഒക്കെ ഇത് ബാധിക്കും. പലപ്പോഴും നമ്മൾ പക വെക്കുന്ന വ്യക്തി ഇതൊന്നും അറിയാതെ എന്തായിരിക്കും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ക്ഷമിക്കുക എന്നത് നമ്മൾ അവർക്ക് ഒരു തോറ്റു കൊടുക്കുന്നതല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ സമാധാനം തിരിച്ചു പിടിക്കലാണ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് വേദനിച്ചു എന്ന് പറയുന്ന ഒരു സത്യമാണല്ലേ, അതിന് നമ്മൾ ഒളിച്ചു വെക്കാതെ അംഗീകരിക്കുക. ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അത് നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ആ വ്യക്തിയെ മനസ്സിൽ നിന്ന് നമ്മൾ പറഞ്ഞയക്കണം, മായ്ച്ചു കളയണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നല്ല പറയുന്നത്, മറിച്ച് നീ എൻ്റെ ചിന്തകളെ ഭരിക്കേണ്ട എന്ന് തീരുമാനിക്കുക. നമ്മുടെ ചിന്തകളെ ഭരിക്കേണ്ടത് നമ്മൾ മാത്രമാണ് എന്ന് നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ എങ്ങനെയാണ് മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. സ്റ്റേ ട്യൂൺ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ ബൈ.